ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബനാന ക്രേപ്സിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള സ്നാക്ക് ആയിട്ടോ ഒക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഈ ഒരു സ്നാക്ക് വളരെ കുറച്ച് ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ സൈസാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ മുട്ടയിലേക്ക് 2 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് വെള്ളത്തിൽ നിന്ന് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളം മാവ് അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നുകൂടി യോജിപ്പിച്ചെടുത്ത ശേഷം മിക്സിയിലിട്ട് തീരെ കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മാവിൻ്റെ കട്ടി ഒന്ന് കുറച്ചെടുക്കണം. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഇതിൽ നിന്ന് 1/4 കപ്പ് മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് തീരെ തരികളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് ഇതുപോലൊരു ബോട്ടിൽ വേണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഈ ഒരു മാവ് നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 2 ടൈപ്പിലുള്ള മാവും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായി ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊക്കോ മിക്സ് ഇതുപോലെ റൗണ്ടിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം ഒരു തവി മാവ് ഇതിന് മുകളിൽ ഒഴിച്ച് ദോശ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഒരു വശം കുക്കായി കിട്ടും. അതിനുശേഷം കുറച്ച് ബട്ടറോ നെയ്യോ ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഓരോ ക്രേപ്സും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിനു വേണ്ടി ഒരു ദോശ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെക്കുക. ഈ ഒരു ഡിസൈൻ നല്ല ക്ലിയർ ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് വരണം. അതുകൊണ്ട് ദോശയുടെ ഉൾഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെക്കേണ്ടത്. ഞാനിവിടെ ന്യൂട്ടെല്ലയാണ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിന് പകരം പീനട്ട് ബട്ടർ, ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ്, ചോക്ലേറ്റ് സിറപ്പ്, സ്ട്രോബെറി സിറപ്പ് അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊന്ന് മടക്കിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ക്രീം ചീസ് വെച്ചിട്ടാണ് ഫില്ലിങ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ക്രീം ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഹണി ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി റോബസ്റ്റ പഴം വെച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും കുറച്ച് ഹണി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോബസ്റ്റ പഴത്തിന് പകരം നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അതുപോലെ മാങ്ങ, സ്ട്രോബെറി, കിവി ഇങ്ങനെയുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ കാണാനും കഴിക്കാനും നല്ല സൂപ്പറായിട്ടുള്ള ബനാന ക്രേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വെക്കേഷന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.